നമസ്കാരം. നെയ്യാറ്റിൻകര പ്രിയംവദ കൊലക്കേസിലെ കൊലപാതകത്തിന് പ്രേരണയായ സംഭവത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. സാമ്പത്തിക തർക്കമാണെന്നാണ് വിനോദ് പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇക്കാര്യം പോലീസ് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണം വേണ്ടിവരുമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രിയംവദയെ അയൽവാസിയായ വിനോദ് കൊലപ്പെടുത്തി മൃതദേഹം 3 ദിവസമാണ് വീട്ടിൽ സൂക്ഷിച്ചത്. ദുർഗന്ധം വന്നതോടെയാണ് വിനോദിന്റെ മകൾ കട്ടിലിനടിയിൽ പരിശോധിച്ചത്. അപ്പോൾ കൈ കണ്ടതോടെയാണ് കൊലയുടെ വിവരങ്ങൾ പുറത്തു വന്നത്. ദുർഗന്ധം പരക്കാതിരിക്കാൻ വിനോദ് ചന്ദനത്തിരി കത്തിച്ചു വെക്കുകയാണ് ചെയ്തത്. ശനിയാഴ്ച രാത്രിയിലാണ് മൃതദേഹം മറവ് ചെയ്തത്. ശനിയാഴ്ച പേടി കാരണം ഉറങ്ങിയില്ലെന്നും വിനോദിന്റെ ഭാര്യാമാതാവ് മൊഴി നൽകി. വീടിനുള്ളിൽ ആരെയോ കൊലപ്പെടുത്തി വെച്ചിരിക്കുന്നുവെന്ന് വ്യക്തമായിരുന്നുവെന്ന് ഭാര്യാമാതാവ് പോലീസിനോട് പറഞ്ഞു. അതേസമയം മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങളില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ഈ ആഭരണങ്ങൾ എന്തു ചെയ്തു എന്ന് പ്രതി ഇനിയും കൃത്യമായി പറഞ്ഞിട്ടില്ല. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും പോലീസിനെ വഴിതെറ്റിച്ചുകൊണ്ടുള്ള മൊഴിയാണ് വിനോദ് നൽകുന്നത്. 12-നാണ് പ്രിയംവദയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം മൃതദേഹം പ്രതിയായ വിനോദ് സ്വന്തം വീട്ടിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. വിനോദിന്റെ ഭാര്യാമാതാവിനുണ്ടായ സംശയമാണ് കൊലപാതകം തെളിയിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ മൃതദേഹം അഴുകി തുടങ്ങിയിരുന്നു. ദുർഗന്ധം കണ്ടെത്താനുള്ള സരസ്വതിയുടെയും വിനോദിന്റെ മകളുടെയും അന്വേഷണം കട്ടിലിനടിയിലേക്കാണ് എത്തിയത്. കൈയുടെ ഭാഗം മകൾ കണ്ടു. ഇതോടെ സരസ്വതി ഭയന്നു. ആരെയും ഒന്നും അറിയിച്ചില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം. അതിനിടെ വിനോദ് മൃതദേഹം മറവ് ചെയ്യാൻ സഹോദരനെയും നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചു വരുത്തി. പുലർച്ചെയാണ് ആരും അറിയാതെ മൃതദേഹം കുഴിച്ചിട്ടത്. സരസ്വതിയുടെ സംശയം വിനോദ് അറിഞ്ഞതുമില്ല. പ്രിയംവദയെ കാണാനില്ലെന്ന് സരസ്വതിയും മനസ്സിലാക്കിയിരുന്നു. ഇതോടെ സരസ്വതിയും എല്ലാം മനസ്സിൽ ഉറപ്പിച്ചു. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോയ സരസ്വതി അച്ഛനോട് സംഭവം പറഞ്ഞു. അച്ഛനാണ് പോലീസിന് വിവരം അറിയിച്ചത്. സരസ്വതിയുടെ മകളുടെ ഭർത്താവാണ് വിനോദ്, പ്രിയംവദയുടെ തൊട്ടടുത്ത വീട്ടുകാരി. ഇതിനടുത്ത് മറ്റൊരു ചെറിയ സ്ഥലത്താണ് വിനോദ് താമസിക്കുന്നത്. മേസ്തിരി പണിക്കാരനാണ് വിനോദ്. സരസ്വതിയുടെ മകൾ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് മക്കളും വിനോദും സരസ്വതിയുടെ സ്ഥലത്ത് താമസമാക്കി. സരസ്വതിയും വിനോദും താമസിച്ചിരുന്നതും ഒരു കോമ്പൗണ്ടിലാണ്. ഇവിടെയാണ് പുലർച്ചെ വിനോദും സഹോദരനും ചേർന്ന് മൃതദേഹം കുഴിച്ചിട്ടത്. പ്രിയംവദയിൽ നിന്നും വിനോദ് കടം വാങ്ങിയിരുന്നു. ഇതേ ചൊല്ലി സംഭവ ദിവസവും ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഒറ്റയടിക്ക് പ്രിയംവദ വീണ് മരിച്ചു. ഇതോടെയാണ് മൃതദേഹം ഒളിപ്പിക്കാൻ വിനോദ് തീരുമാനിച്ചത്. ഇതിന് സഹോദരന്റെ സഹായവും തേടി. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയംവദയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരുന്നു. അതിനുശേഷം ഒറ്റയ്ക്കായിരുന്നു പ്രിയംവദ കഴിഞ്ഞിരുന്നത്. വ്യാഴാഴ്ച മുതലാണ് ഇവരെ കാണാതായത്. അമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് പ്രിയംവദയുടെ പെൺമക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വ്യാഴാഴ്ച പ്രതി പ്രിയംവദയെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു. ഇതോടെ ഇവരുടെ ബോധം പോയി. ബോധം വന്നപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ആരും അറിയാതെ സ്വന്തം വീട്ടിലെത്തിച്ച് കട്ടിലിനടിയിൽ വെച്ചു. കൊല നടന്ന 12-ന് രാത്രി പ്രിയംവദയെ മർദ്ദിച്ചതായി വിനോദ് പോലീസിനോട് പറഞ്ഞു. ബോധം കെട്ട ശേഷം വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. വീട്ടിൽ വെച്ചാണ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് കട്ടിലിനടിയിൽ മൃതദേഹം സൂക്ഷിച്ചുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് പോലീസ് പറയുന്നത്. വിനോദ് ലഹരിക്ക് അടിമയാണെന്നും വിവരമുണ്ട്. വിനോദും പ്രിയംവദയും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും വിവരമുണ്ട്. പ്രിയംവദയിൽ നിന്നും വിനോദ് പലതവണ പണം കടം വാങ്ങിയിരുന്നു. ഇതേ ചൊല്ലിയുള്ള തർക്കവും ഉണ്ടായിരുന്നു. കശുവണ്ടി തൊഴിലാളിയായിരുന്നു പ്രിയംവദ. പതിവ് പോലെ വ്യാഴാഴ്ച ജോലിക്കിറങ്ങി. രാത്രിയായിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. ഫോണിൽ കിട്ടിയതുമില്ല. ഇതോടെ ബന്ധുക്കൾ വെള്ളറട പോലീസിലും പരാതി നൽകി. ബന്ധുക്കളും നാട്ടുകാരും 4 ദിവസമായി തിരച്ചിൽ നടത്തിയപ്പോഴും അയൽവാസിയായ വിനോദ് സംശയങ്ങൾക്ക് ഇട നൽകിയില്ല. പ്രിയംവദയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ഇയാൾ അന്വേഷിക്കുകയും ചെയ്തിരുന്നു.